നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ 2 കുട്ടികളടങ്ങുന്ന 4-അംഗ കുടുംബം മരിച്ചതിൽ സംശയങ്ങൾ ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വന്നത്. സാധാരണഗതി ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ കരുതുന്ന ഒന്നാണ് ഈ തണ്ണിമത്തൻ എന്ന് പറയുന്നത്. പലയിടങ്ങളിൽ പല പേരുകളിലാണ് ഇത് അറിയുന്നത്. വത്തക്ക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു തണ്ണിമത്തൻ കഴിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു 4-അംഗ കുടുംബം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില പഠനങ്ങൾ പുറത്തു വന്നിരുന്നു. തണ്ണിമത്തൻ എങ്ങനെയാണ് ഈ ആളെ കൊല്ലിയായി മാറുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. നമ്മൾ അധികം നേരം പുറത്തു വെച്ചാൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തണ്ണിമത്തൻ സൂക്ഷിക്കുകയാണെങ്കിൽ തുടങ്ങി പലതരത്തിലുള്ള നമ്മുടെ പഠനങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു മരണത്തിൽ ചില സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നതാണ്. സാധാരണ ഭക്ഷ്യവിഷബാധ ഏറ്റാൽ ഉണ്ടാകുന്നതിലും വളരെ മോശമായ അവസ്ഥയിലാണ് 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ഇവരെ ചികിത്സിപ്പിച്ച ഡോക്ടർമാർ പറയുന്നുണ്ട്. അബ്ദുള്ള റൊഖാഡിയ എന്ന 40 വയസ്സുകാരൻ, ഭാര്യ നസ്രീൻ, മക്കളായ ആയിഷ 16 വയസ്സുകാരി, സൈനബ 13 വയസ്സുകാരി എന്നിവരാണ് ഞായറാഴ്ച മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചത്. ഞായറാഴ്ച ഛർദിയെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവർ നേരത്തെ ബിരിയാണിയും അതിനുശേഷം തണ്ണിമത്തനും കഴിച്ചെന്നാണ് വിവരം. എന്നാൽ സാധാരണയായി ഭക്ഷ്യവിഷബാധയുണ്ടായാൽ കാണുന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇവരുടെ ദേഹത്തോ ശരീരത്തോ ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല. ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ ആശുപത്രി സൂപ്രണ്ടായിട്ടുള്ള മെഡിക്കൽ സൂപ്രണ്ട് സഞ്ജയ് സുരാസെയാണ് പറഞ്ഞത്. ഭക്ഷ്യവിഷബാധയായിരുന്നുവെങ്കിൽ ലക്ഷണങ്ങൾ ഇങ്ങനെയാകുമായിരുന്നില്ല. ഭക്ഷ്യവിഷബാധ ആയിരുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ സ്ഥിതി ഗുരുതരമാകുമായിരുന്നില്ല. സ്ഥിതി വഷളായ വേഗത, ഗുരുതരാവസ്ഥ, ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേരെ ബാധിച്ചു എന്നിവ കണക്കിലെടുക്കുമ്പോൾ അത് സാധാരണ ഭക്ഷ്യവിഷബാധ സാഹചര്യങ്ങളിൽ ഉണ്ടാകാത്തതാണ്. എന്തെങ്കിലും തരത്തിലുള്ള രാസ സാന്നിധ്യം അവരുടെ ഉള്ളിൽ ചെന്നാലുള്ള സാധ്യതയും പരിശോധനയ്ക്കുണ്ട്. ഡോക്ടർ സഞ്ജയ് ആണ് ഈ വാക്കുകൾ പറഞ്ഞത്. അബ്ദുള്ളയ്ക്കും കുടുംബത്തിനും ആദ്യം ഛർദിയാണ് തുടങ്ങിയത്. ഇതിന് പിന്നാലെ നാഡികൾ തകരുകയും അത് തളർന്നു പോവുകയും ബോധം നശിക്കുകയുമാണ് ഉണ്ടായത്. മറ്റെന്തോ രാസവസ്തു ഉള്ളിൽ ചെന്നിട്ടുണ്ടാകാമെന്നാണ് ഈ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ബോധക്ഷയം തലച്ചോറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാനുള്ളതാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് എന്തോ കാരണത്താലാണ് മരണമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം ഒരു വശം കൂടി തന്നെയാണ്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അബ്ദുള്ളയും കുടുംബവും അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രാത്രി തണ്ണിമത്തൻ കഴിച്ചെന്നും പിന്നീട് ഛർദി തുടങ്ങിയെന്നും ബന്ധുക്കളാണ് പറഞ്ഞത്. തുടർന്ന് സമീപത്തെ ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം കുത്തിവെപ്പിന് എഴുതി നൽകി. ബോധരഹിതരാകാൻ തുടങ്ങിയതോടുകൂടി ജെ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. നസീറിനെ ഞായറാഴ്ച രാവിലെ 11 മണിക്കാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഇവരെ ICUവിലേക്ക് മാറ്റിയെങ്കിലും 2.5 മണിക്കൂറിന് ശേഷം മരിച്ചു. ആയിഷയെ രാവിലെ 11:55-നും അബ്ദുള്ളയെ 11 മണിക്കുമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആയിഷ വൈകിട്ട് 5:15-നും അബ്ദുള്ള രാത്രി 10:15-നും മരിച്ചു. സൈനബ മറ്റൊരു ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. കുട്ടിയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരിച്ചു എന്ന വിവരമാണ് വന്നത്. ഇവർ ഇനി ആത്മഹത്യ ചെയ്തതാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും തണ്ണിമത്തൻ കഴിച്ചിട്ടല്ല, ഭക്ഷ്യവിഷബാധയല്ല എന്നൊരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്.